എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൻ്റെ വീഡിയോ SLC മാർക്ക് അടിസ്ഥാനത്തിൽ നേടാവുന്ന ഗ്രാമീൺ ഡാക് സേവക് ജോലിയെ പറ്റിയിട്ടാണ് പറയുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ഗ്രാമീൺ ഡാക് സേവകിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമോ, ഇനി ലിസ്റ്റുകൾ വരുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സുകൾ ചോദിച്ചു. സോ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഗ്രാമീൺ ഡാക് സേവക് 2025 ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നത് ഫെബ്രുവരി മാസത്തിലായിരുന്നു. ഫെബ്രുവരി 10 തീയതി മുതൽ മാർച്ച് 3 തീയതി വരെയായിരുന്നു അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ടായിരുന്നത്. ഇതുവരെ 6 ഷോർട്ട് ലിസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ലിസ്റ്റ് 1383 വരെ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ലിസ്റ്റ് മാർച്ച് 21 തീയതി വന്നിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 7 തീയതി വരെ വെരിഫിക്കേഷൻ സമയം അനുവദിച്ചു. അതായത് അപ്ലൈ ചെയ്യാനുള്ള സമയം അവസാനിച്ച് ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ലിസ്റ്റ് വരികയുണ്ടായി. അതുപോലെ തന്നെ 6ാമത്തെ ഷോർട്ട് ലിസ്റ്റിൽ 217 പേരാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ജൂലൈ 30 തീയതിയാണ് ലിസ്റ്റ് വന്നത്. ഓഗസ്റ്റ് 14 തീയതി വരെ വെരിഫിക്കേഷന് സമയം അനുവദിച്ചു. അതായത് ഏകദേശം 1.5 മാസമായിട്ട് പുതിയ ലിസ്റ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ തന്നെ ഈ വർഷത്തെ റിക്രൂട്ട്മെൻറ്റ്, ഈ ഒരു നോട്ടിഫിക്കേഷനിലെ റിക്രൂട്ട്മെൻറ്റ് അവസാനിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ എന്നുണ്ടാവും എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ GDSന് എല്ലാ വർഷവും ട്രാൻസ്ഫർ അതുപോലെ തന്നെ പ്രൊമോഷൻ എക്സാംസൊക്കെ നടക്കുന്നുണ്ട്. സോ ഇതുമൂലം ഉണ്ടാകുന്ന വേക്കൻസീസും കൂടെയൊക്കെ പരിഗണിച്ച ശേഷമായിരിക്കും സാധാരണ GDSൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാറ്. അപ്പോൾ ഈ വർഷം ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതില്ല. 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഏതായാലും ഒഫീഷ്യലായിട്ട് ഇതിനെ പറ്റിയൊരു അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. ഈ ഒരു വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.